ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചിങ്ങ ഒന്ന് എല്ലാവർക്കും പുതുവത്സരാശംസകൾ. പൂക്കളും പൂവിളികളുമായി വീണ്ടും ഒരു ചിങ്ങമാസം വരവായി. ചിങ്ങമാസത്തിലെ പൊന്നിൻ തിരുവോണത്തെ വരവേൽക്കാനായിട്ട് നമ്മുടെ ചാനലും ഒരുങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നു മുതൽ നമ്മുടെ ചാനലിൽ ഓണം സദ്യാവിഭവങ്ങൾ എന്ന പേരിൽ ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓണം സദ്യാവിഭവങ്ങൾ എന്ന് പറയുമ്പോൾ അത്ര ആഡംബരമായിട്ടൊന്നുമില്ല. നമ്മുടെ സാധാരണക്കാരാണല്ലോ, നമ്മുടെ രീതിക്കനുസരിച്ചുള്ള ഒരു ഓണം സദ്യയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നു മുതൽ തുടങ്ങി ഓണത്തിന് മുന്നേ എല്ലാം നമ്മൾ ഫിനിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നമ്മളുടെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ലൈക്കും കമൻറ്റും നിങ്ങൾ മറക്കരുത്. ലൈക്കും കമൻറ്റുമാണ് എൻ്റെ മുന്നോട്ടുള്ള ഓരോ ചുവടിനും വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് ലൈക്കും കമൻറ്റും ഇതാ, നിങ്ങൾ മറന്നു പോകരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓണം സദ്യാവിഭവങ്ങളിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഇന്ന് 2 പച്ചടിയാണ്. ഒരു വെള്ളരിക്ക പച്ചടിയും ഒരു ബീട്രൂട്ട് പച്ചടിയും. ബീട്രൂട്ട് പച്ചടിയെന്നോ കിച്ചടിയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. അതിനായിട്ട് നമ്മൾ ചെറിയ പീസ് വെള്ളരി എടുത്തിട്ടുണ്ട്, 2 ചെറിയ ബീട്രൂട്ടും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. ഇനി ഒരു ചട്ടി അടപ്പയിലോട്ട് വെച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെള്ളരി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് സ്റ്റവ് കത്തിച്ച് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ 2 പച്ചടിക്കും ചേർത്തുള്ള തേങ്ങയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അരപ്പ് ഒരുമിച്ച് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. 2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് 4 പച്ചമുളക്, വലിയ പച്ചമുളകാണെങ്കിൽ 3 എണ്ണം മതി. ഇത് ചെറുതായതുകൊണ്ടാണ് 4 എണ്ണം എടുത്തിരിക്കുന്നത്. 1/2 സ്പൂൺ ജീരകവും ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത്, അതായത് 1 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതുകൊണ്ടാണ് ഒന്ന് പാതി അരച്ചിട്ട് ചേർക്കുന്നത്. ഇപ്പം നമ്മളിതാണ്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അതൊരു ബൗളിലേക്കാക്കി നമുക്കിവിടെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമ്മുടെ വെള്ളരി വേവാൻ വെച്ചത് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പിൽ നിന്നും 1 കപ്പ് അരപ്പ് എടുത്ത് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് തിള വരുന്നവരേക്കും മാത്രം വെയിറ്റ് ചെയ്യാം. തിള വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ഓഫ് ചെയ്ത് നമുക്ക് അടച്ച് വയ്ക്കാം. ഇനി ആ പൊള്ളുന്ന ചൂടൊന്ന് മാറിയ ശേഷം നമുക്കതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ദാണ്ട് 1 കപ്പ് തൈര് എടുത്തിട്ട് അത് ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കാം. നല്ല കട്ട തൈര് ചേർക്കണം. നല്ല ചൂടോടെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടില്ല. ചൂടൊന്ന് ആറിയ ശേഷം, ആ തിളയ്ക്കുന്ന ചൂട് മാറിയ ശേഷം അതിലേക്ക് തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി വറവ് മാത്രം ഇട്ടാൽ മതി. നമുക്ക് 2 പച്ചടിയുടെ വറവ് ഒരുമിച്ചിടാം. ഇപ്പം നമുക്കിങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇത് ഇനി വേറൊരു ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതും ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ ബീട്രൂട്ട് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത ശേഷം അത് ഒന്ന് ആ ബീട്രൂട്ടിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റുന്നവരെ ഇങ്ങനെ തിളപ്പിച്ചെടുക്കാം. നേരത്തെ നമ്മൾ വെള്ളരി ജസ്റ്റ് ഒന്ന് തിള വരുന്നവരെ എടുത്തോളൂ. ഇത് നന്നായിട്ട് പറ്റിച്ചെടുക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ ബീട്രൂട്ടിൻ്റെ ചൂട് മാറിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇച്ചിരി ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1 സ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. മധുരം വേണ്ടാത്തവർ പഞ്ചസാര സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് രണ്ടിനകത്തും വറവിടണം. അതിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് വറ്റൽമുളക് ഇട്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട്
നമുക്കിതിനകത്ത് രണ്ടിലേക്കും വറവൊഴിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പച്ചടികൾ രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. സദ്യയിൽ മാറ്റി നിർത്താൻ പറ്റാത്ത 2 റെസിപ്പികളാണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഫീഡ്ബാക്ക് പറയാൻ മറക്കരുതേ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.